എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ ഈ ഇൻഡെക്സുകളായിട്ട് നാളത്തെ ട്രേഡിംഗ് പ്ലാനിൽ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നത്തേക്ക് വേണ്ട ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ആ ലെവൽസ് മുകളിലോട്ടാണ് ഇന്ന് മാർക്കറ്റ് പോയത്. അപ്പോൾ ആ ലെവൽസ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അന്നത്തെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്യാപ്പ് അപ്പോ ക്യാപ്പ് ഡൗൺ എന്തും തരട്ടെ, ഓപ്പണിങ്ങിന് ശേഷം 3 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസിനെ നിലനിർത്തിക്കൊണ്ട് പ്രൈസ് എങ്ങോട്ട് പോകുന്നു ആ ഡയറക്ഷനിലോട്ട് നമ്മൾ ട്രേഡ് എടുക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഒരു ഗ്യാപ്പ് അപ്പ് ആണ് വന്നത്. ഒരു 80-85 പോയിന്റോളം ഗ്യാപ്പ് അപ്പ് ആണ് വന്നത്. ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം ആ ഗ്യാപ്പ് അപ്പ് വന്നത് തന്നെ നമ്മുടെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മുകളിലോട്ട് കയറിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലെവലിൽ നിന്നും ഒരു റിജക്ഷൻ തന്നു. ചെറിയ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ പാറ്റേൺസ് വാച്ച് ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് ഈസി ആയിട്ടൊരു താഴോട്ടൊരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ശേഷം ഇവിടെ നിന്ന് വീണ്ടും റിജക്ഷൻ കിട്ടി, അവിടെ നിന്ന് വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ആ ഒരു റേഞ്ചിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. പുറത്ത് പോയി കഴിഞ്ഞാൽ ഡിക്ലൈനിൽ നിന്നും എൻട്രി എടുത്ത് ആ ഒരു ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻട്രി എടുത്ത് നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആക്കി വെക്കാം. പിന്നെ മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുന്ന സമയത്ത് മുകളിലോട്ട് കയറി പിന്നെ താഴോട്ട് വന്നിട്ട് നമ്മൾ അതേ ആ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെ റിജക്റ്റ് ആയിട്ട് വീണ്ടും പ്രൈസ് മുകളിലോട്ട് കയറി ഓരോ ലെവൽസും ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്തു. ശേഷം ഒരു മണിക്ക് ശേഷമാണ് പിന്നീട് മൂവ്മെന്റ് ഇല്ലാതെ വന്നത്. അപ്പോൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു, വീണ്ടും നമ്മുടെ സപ്പോർട്ട് ലെവലിൽ തന്നെ നിന്നു. അപ്പോൾ ഭൂരിഭാഗം സമയം നോക്കുകയാണെങ്കിലും ഒരു ബൈ സൈഡ് ആയിരുന്നു ഇന്ന് നമുക്ക് നല്ല എൻട്രീസ് ഉണ്ടായിരുന്നത്. അതും നമ്മുടെ ലെവൽസ് കൃത്യമായിട്ടും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് പ്രൈസ് ആക്ഷൻ പ്രകാരം ക്യാൻഡിൽസ് എന്ത് സൂചിപ്പിക്കുന്നു, നമ്മളുടെ ലെവൽസിൻ്റെ അടുത്ത് വെച്ച് എന്ത് സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസും വെച്ച് ട്രേഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇത് നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വന്ന ട്രേഡ്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. ഇനി നമുക്ക് സെൻസെക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻസെക്സും ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ക്ലോസിങ് 78,496 ക്ലോസ് ആയിട്ട് 78,900 അതായത് ഏകദേശം ഒരു 400-450 പോയിന്റ്സോളം ഗ്യാപ്പ് അപ്പ് തന്ന് മുകളിൽ ഓപ്പണായി. തൊട്ട് താഴെ നമ്മുടെ സപ്പോർട്ട് ലെവലുണ്ട്. നമ്മുടെ സപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസിൻ്റെ അവിടെ തന്നെയാണ് കുറച്ച് നേരം ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിലെ പോലെ അല്ലാതെ തൊട്ട് മുകളിൽ നമുക്ക് ലെവലുകളൊന്നുമില്ല, അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് വന്നു. 3 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽസ് പ്രകാരം പ്രൈസ് ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കും. ഡിസ്കൗണ്ടിൽ നിന്നും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. പിന്നീട് നമ്മുടെ ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ സെൻസെക്സിലും നമ്മുടെ ലെവൽസ് എല്ലാം കൃത്യമായിട്ടും വന്നിട്ടുണ്ട് അല്ലേ, കൃത്യമായിട്ടും റെസ്പെക്റ്റ് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് പ്ലാൻ്റെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെവൽസ് മാർക്ക് ചെയ്തിട്ടും ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 2 ഇൻഡെക്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ഭൂരിഭാഗം ഒരു ബൈ സൈഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം നമ്മുടെ ലെവലിൻ്റെ അടുത്തുനിന്ന് എവിടെ നിന്നാണോ ഒരു 15 മിനിറ്റ് റിജക്ഷൻ തരുന്നത് അവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ താഴോട്ടുള്ള നമ്മുടെ ലെവൽസ് തന്നെ ടാർഗറ്റുകളായിട്ട് വരും. നിഫ്റ്റിയിലും അതേ കണക്ക് തന്നെയാണ്. നമുക്ക് ടാർഗറ്റുകൾ താഴോട്ടുള്ള ലെവൽസ് തന്നെ ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ലെവൽസ് എല്ലാം അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളത്തെ എൻ്റെ സെൻസെക്സിലെയും നിഫ്റ്റിയിലെയും നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ എന്നുള്ളത് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിൽ എൻ്റെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരിക്കും. ലെവൽസ് ഈ രീതിക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നാളെ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ എന്ത് വേണേലും തരട്ടെ. ഓപ്പണിംഗ് ശേഷം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് ശേഷം പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡലിനെ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നത് മുകളിലോട്ടായിരിക്കും. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് വരും. പിന്നീട്
24,190, 24,227, 24,252, 24,267, 293 അങ്ങനെ മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് വരും. ഇവിടെ 24,267, 293, 313 എന്ന് പറയുന്ന ഈ ലെവൽസ് എല്ലാം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും. ഏത് പോയിന്റിൽ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടുന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ഒരു റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ പുട്ട് ഓപ്ഷൻ എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യും. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പ്രൈസ് ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് അതിൻ്റെ പ്രൈസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആദ്യത്തെ ആ ഒരു ക്യാൻഡിലിനെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ താഴോട്ടായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് വരും. പിന്നീട് 24,106, 24,061, 23,032 എന്നീ ലെവലുകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു 24,032നെയും ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ആയിട്ട് കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 23,982, 23,903, 23,873, 852 ഇതും നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് ഇതിനും താഴെ ഒരു 15 മിനിറ്റ് ആയിട്ട് കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രൈസിന് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏത് പോയിന്റിൽ നിന്നാണോ ഒരു റിജക്ഷൻ, ഏത് ലെവലിന്റെ അടുത്ത് വെച്ചാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടുന്ന് ഞാൻ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞില്ലെങ്കിലും ഒരു റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കോൾ ഓപ്ഷൻ എടുത്തിട്ട് മുകളിലോട്ട് തന്നെ ട്രേഡ് ചെയ്യും. ആ റിജക്ഷന്റെ താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിഫ്റ്റിയിലെ മുകളിലോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും അതുപോലെ താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും ആയിരിക്കും. ഇനി സെൻസെക്സ് എങ്ങനെയാണെന്ന് നോക്കാം. സെൻസെക്സിൽ നാളത്തെ എൻ്റെ ലെവൽസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സെൻസെക്സ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്ത് വേണേലും തരട്ടെ. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽ ക്ലോസിംഗ് വന്നതിന് ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആയിരിക്കും. പിന്നീട് 79,635, 79,758, 79, 873 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനെയും ബ്രേക്ക് ചെയ്തൊരു 15 മിനിറ്റ് കഴിഞ്ഞെങ്കിലും അതിൻ്റെ മുകളിൽ കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് എങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 80,033, 80,341 എന്നീ ലെവലുകളിലെല്ലാം നമുക്ക് ടാർഗറ്റ് ആക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ റിജക്ഷൻസ് എല്ലാം ടാർഗറ്റ് ആക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ശേഷം 81,384 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടുന്ന് ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ഒരു റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഞാൻ പുട്ട് ഓപ്ഷൻ എടുക്കും. എന്നിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം പ്രൈസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിലോ ആദ്യത്തെ ക്യാൻഡലിനെ അപേക്ഷിച്ചിട്ട് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ താഴോട്ട് ഞാൻ ട്രേഡ് എടുക്കും. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 79,261, 79,222 ഇത് പ്രധാനപ്പെട്ടൊരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഈ ലെവലുകൾ ആദ്യത്തെ ആ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ആയിട്ട് ഞാൻ വെക്കുന്നതായിരിക്കും. ഇവിടെ നിന്നൊക്കെ ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് എങ്കിലും പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്ത് അതിന് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. സപ്പോസ് 79,222 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്തെന്ന് വിചാരിക്കുക. പിന്നീട് നമുക്ക് 78,999, 78,775, 78,615, 78,564 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ 78,615 നിഫ്റ്റിയിലെ പോലെ തന്നെ ഇവിടെയും ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ട്. 78,615, 78,564. അപ്പോൾ ഇതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസിന് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നിന്നൊക്കെ റിവേഴ്സ് ആയേക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ആയിട്ട് വരുന്നത് 78,615, 564 ആയിരിക്കും. അപ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് 15 മിനിറ്റിൽ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ എൻട്രി എടുക്കും. അപ്പോൾ ഈ മുകളിലോട്ടുള്ള ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ സെൻസെക്സിലെ എൻ്റെ ലെവൽസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഈ രീതിക്കായിരിക്കും സെൻസെക്സിലെ എൻ്റെ ലെവൽസ് ഉണ്ടാവുക. താഴോട്ടാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ടാർഗറ്റുകൾ വരിക. ഓക്കെ, അപ്പോൾ ഈ ലെവലുകൾ ഇപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള നിഫ്റ്റി, സെൻസെക്സ് എന്നീ ലെവലുകൾ നാളെ എങ്ങനെ റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് നാളത്തെ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ലെവൽസ് എങ്ങനെയെന്നുള്ളത് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിഫ്റ്റിയിലും സെൻസെക്സിലും നല്ല രീതിക്ക് തന്നെ റെസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പാകത്തിന് തന്നെ മാർക്കറ്റിൽ മൂവ്മെൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലുകളുടെ സ്ഥിതി എന്താണ്, എങ്ങനെ റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഓപ്ഷൻസും ഈ ചാർട്ടും കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, വാട്സപ്പ് നമ്പർ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയാണെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. എങ്ങനെയാണെങ്കിലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. മന്ത്ലി ഒരു ബാച്ച് ഞാൻ എടുക്കും, ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ബാച്ച് ഇപ്പോൾ കറൻ്റ്ലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 വീക്കാണ് ഡ്യൂറേഷൻ വരിക കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.